ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും മാധ്യമ ശ്രദ്ധ നേടിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. യുദ്ധം തുടങ്ങിയതും ഇടയ്ക്ക് നിർത്തിയതും വീണ്ടും ആക്രമിച്ചതും എല്ലാം ട്രംപായിരുന്നു. പറഞ്ഞത് മാറ്റിപ്പറഞ്ഞും പരിഹാസ്യമായ അവകാശവാദങ്ങൾ നിരത്തിയും മറ്റാർക്കും മീഡിയ സ്പേസ് നൽകാതിരിക്കാൻ ട്രംപ് ശ്രദ്ധിച്ചു. ഈ സർക്കസിനിടയിലും ഗൗരവതരമായ യുദ്ധതന്ത്രത്തിലായിരുന്നു ഇറാൻ ഭരണകൂടം. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടുവെങ്കിലും ഇറാൻ നേതൃത്വം കൃത്യമായ യുദ്ധതന്ത്രത്തിലൂടെ അമേരിക്കൻ മോഹങ്ങൾക്ക് തിരിച്ചടി നൽകി. ട്രംപ് പല സമയത്തും പല ഭാവങ്ങളിൽ സംസാരിച്ചപ്പോഴും ഇറാന് ഒറ്റ നിലപാടായിരുന്നു: അടിയെങ്കിൽ തിരിച്ചടി, ചർച്ച, സമാധാനം തുടങ്ങിയ വാക്കുകൾ അവർ പറഞ്ഞില്ല. ട്രംപാണ് ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെ ഒറ്റക്കെട്ടായി നീങ്ങിയ ഇറാൻ നേതൃത്വത്തെയാണ് അടുത്തിടെ വരെ ലോകം കണ്ടത്. ഭരണത്തിൻ്റെ അന്തപുരങ്ങളിൽ ഭിന്നത ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതൊന്നും യുദ്ധതന്ത്രത്തെയോ യുദ്ധ തയ്യാറെടുപ്പിനെയോ ബാധിച്ചില്ല. എന്നാൽ ഇറാൻ പരമോന്നത നേതാവും ഇറാനിയൻ പ്രസിഡന്റും തമ്മിൽ ഭിന്നതകൾ ഉണ്ട് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ മാധ്യമ റിപ്പോർട്ടുകൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ തള്ളിക്കളഞ്ഞു. പരമോന്നത നേതാവുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചകൾ ഏറെ ഫലപ്രദമായിരുന്നുവെന്നും വലിയ കാരുണ്യത്തോടെയും യുക്തിഭദ്രമായ നിലപാടുകളോടെയുമാണ് തന്നോട് പെരുമാറിയത് എന്നും പെസഷ്കിയാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ തർക്കങ്ങൾക്കിടെ പെസഷ്കിയാന്റെ പ്രധാന രാഷ്ട്രീയ സ്വാധീനം പരമോന്നത നേതാവായ മുജ്തബ ഖമനയി ഇല്ലാതാക്കിയെന്ന് ഇസ്രായേലി വാർത്താ ചാനലായ ചാനൽ 14 റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നപ്പോൾ രാജ്യഭീഷണി ഉയർത്തിയിരുന്ന പ്രസിഡന്റിനോട് വീണ്ടും രാജ്യസന്നദ്ധത അറിയിച്ചാൽ തടയില്ല എന്ന നിലപാടാണ് ഖമനയി സ്വീകരിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ദേശീയ സുരക്ഷാ, വിദേശകാര്യ നയരൂപീകരണങ്ങളിൽ നിന്ന് തന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും പാർശ്വവൽക്കരിച്ചുവെന്ന് ആരോപിച്ച് മെയ് മാസത്തിൽ പെസഷ്കിയാൻ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഖമനയുടെ നിലവിലെ കടുത്ത നിലപാട് രാജ്യത്തെ സൈനിക വിഭാഗവുമായുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ ഐക്യദാർഢ്യത്തെയാണ് കാണിക്കുന്നത് എന്നും ഇത് പെസഷ്കിയാന് തന്ത്രപ്രധാനമായ നയരൂപീകരണങ്ങളിൽ ഇടപെടാനുള്ള അവസരം ഗണ്യമായി കുറച്ചതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ കഴിഞ്ഞ ദിവസത്തെ ചില പ്രതികരണങ്ങൾ എന്ന് ചില വിദേശകാര്യ വിദഗ്ധരും സൂചിപ്പിച്ചു. സുപ്രീം ലീഡറായി അധികാരമേറ്റതു മുതൽ മുജ്തബ ഖമനയി ഇറാനി രാഷ്ട്രീയ നേതൃത്വത്തിന് വില കൽപ്പിക്കാതെ സൈനിക നേതൃത്വവുമായാണ് ആശയവിനിമയം നടത്തുന്നത് എന്ന വിമർശനമുണ്ടായിരുന്നു. അമേരിക്കൻ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടികൾ നിശ്ചയിക്കുന്നത് പോലും സുപ്രീം ലീഡറും IRGC കമാൻഡറും ചേർന്നാണ് എന്ന തരത്തിൽ വാർത്തകളും വന്നു. ഇതിനിടയിൽ ഒന്നിലധികം തവണ മസൂദ് പെസഷ്കിയാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജ്യഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയും ടെഹ്റാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുമാണ് ഉന്നത നേതൃത്വത്തിലെ ഭിന്നത ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. വിദേശ നയത്തിലെ നിയന്ത്രണം, US-ഉമായുള്ള ചർച്ചകൾ, യുദ്ധതന്ത്രം എന്നിവയിൽ ഇറാനിയൻ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവുമായി ആശയവിനിമയത്തിൽ തടസ്സമുണ്ട് എന്നത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ തടസ്സം, സുപ്രീം ലീഡറായി അധികാരമേറ്റതു മുതൽ മുജ്തബ ഖമനയി പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ഊഹാപോഹങ്ങൾ പ്രചരിക്കാൻ ഇടവരുത്തി. പോരാത്തതിന് പിതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ മുജ്തബ പങ്കെടുക്കാതിരുന്നതും ഊഹാപോഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കി. ഇതിനിടയിലാണ് പെസഷ്കിയാന്റെ പുതിയ പ്രസ്താവന വന്നത്. നിലവിലെ സാഹചര്യത്തിൽ മുജ്തബയുമായി ആശയവിനിമയം നടത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ഘട്ടത്തിലും ഖമനയെ ന്യായീകരിക്കാനാണ് പെസഷ്കിയാൻ ശ്രമിച്ചത്. ഖമനയുമായി താൻ ഫലപ്രദമായ കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും ദയാപരമായും ലോജിക്കായുമാണ് അദ്ദേഹം ഇടപെട്ടത് എന്നുമാണ് പെസഷ്കിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ഈ സാഹചര്യം ചില ദുഷ്ടന്മാർക്ക് അദ്ദേഹത്തെ വ്യത്യസ്തമായി വിവരിക്കാനും വ്യത്യസ്തമായി ചിത്രം അവതരിപ്പിക്കാനും അവസരം നൽകുന്നതാണ് എന്നും പെസഷ്കിയാൻ പറയുന്നു. അതേസമയം പെസഷ്കിയാന് ഖമനയി അന്ത്യശാസനം നൽകിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമനയുടെ ജീവനെടുത്ത US-ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ തന്നെ മുജ്തബ ഖമനയും പൊതുവിടത്തിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. ഈ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്നും തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം പ്രസ്താവനകളിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ചു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മോശമായ അവസ്ഥയിലാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടിരുന്നു. ആ സമയം മുതൽ തന്നെ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുജ്തബ കാര്യമായ പരിഗണന കൊടുക്കാതെ സൈനിക നേതൃത്വവുമായാണ് കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നത് എന്ന അഭ്യൂഹമുണ്ടായിരുന്നു.
അമേരിക്കയ്ക്കെതിരായ തിരിച്ചടി പോലും തീരുമാനിക്കുന്നത് സൈനിക നേതൃത്വമാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. US-ഉമായുള്ള സംഘർഷത്തെയും ചർച്ചകളെയും കുറിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ അഹമ്മദ് വാഹിദിയുമായാണ് ഖമനയി ആലോചിക്കുന്നത് എന്നും പെസഷ്കിയാന് അന്തിമ അന്ത്യശാസനം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതിനിടയിൽ പലകുറി പെസഷ്കിയാൻ രാജ്യസന്നദ്ധത അറിയിച്ചതായാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാന്റെ ദേശീയ സുരക്ഷ, വിദേശ നയം തുടങ്ങിയ കാര്യങ്ങളിൽ തന്റെ നേതൃത്വം അവഗണിക്കപ്പെട്ടുവെന്നാണ് പെസഷ്കിയാന് തോന്നിയതത്രേ. ഈ തോന്നലിൽ നിന്നാണ് അദ്ദേഹം രാജ്യഭീഷണി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പെസഷ്കിയാൻ ഔദ്യോഗികമായി രാജിവെച്ചൊഴിയാൻ സന്നദ്ധത അറിയിച്ചു. ജൂണിൽ പെസഷ്കിയാൻ സുപ്രീം ലീഡർക്ക് ഔദ്യോഗിക കത്ത് നൽകി രാജിവെച്ചതായും ഇറാൻ ഇന്റർനാഷണൽ മാധ്യമവും റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഇറാന്റെ തന്നെ തസ്നീം വാർത്താ ഏജൻസി ഈ രാജിവാർത്ത നിഷേധിക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും പെസഷ്കിയാൻ രാജ്യസന്നദ്ധത അറിയിച്ചതായാണ് പുതിയ വാർത്തകൾ. എന്നാൽ ഈ രാജ്യനീക്കത്തെ നിരുത്സാഹപ്പെടുത്താൻ മുജ്തബ ഖമനയി തയ്യാറായില്ല എന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഖമനയി IRGCക്കാണ് പൂർണ്ണമായ പിന്തുണ നൽകുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ കാരണം. US-ഉമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന തീരുമാനങ്ങളിൽ അന്തിമ തീരുമാനം ഖമനയി IRGC കമാൻഡറിന് നൽകിയതായാണ് പറയപ്പെടുന്നത്. യുദ്ധത്തിന്റെ വിഷയത്തിൽ ഇറാൻ അമേരിക്കയോട് കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുകയാണ് എന്നും ഇതിന് പിന്നിൽ IRGCയുടെ ഇടപെടലാണ് എന്നും പറയപ്പെടുന്നു. ഫലത്തിൽ IRGC കമാൻഡർ വാഹിദിയുടെ സമീപനം ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നയമായി മാറി എന്നാണ് വിമർശനം. പെസഷ്കിയാനെ ഇറാന്റെ മൃദുമുഖമായും മുജ്തബയെ കഠിനമുഖവുമായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇറാനിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഏകീകൃത കമാൻഡ് ഇല്ല എന്ന് ട്രംപ് തന്നെ പലതവണ പറഞ്ഞതാണ്. യുദ്ധം നിർത്താനുള്ള ഒരു സന്ദേശം ഇറാന് കൊടുത്താൽ മറുപടി വരാൻ വളരെ ദിവസങ്ങൾ കാത്തിരിക്കണമെന്നും ഇതിന് കാരണം അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പല ആൾക്കാരാണ് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് ഇത്തരമൊരു പ്രതിച്ഛായ. ലോകത്തിനു മുന്നിൽ ഇറാന്റെ നയതന്ത്രപരമായ നിലപാടുകൾ പറയാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും യുദ്ധതന്ത്രങ്ങൾ മെനയാൻ IRGCയും അതിൻ്റെ തലപ്പത്ത് മുജ്തബ ഖമനയിയും. ഏതു തരത്തിൽ അമേരിക്കയുമായി ഇടപെട്ടാലും രാജ്യത്തിൻ്റെ ആശയങ്ങളിലോ നിലപാടുകളിലോ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഇരു നേതാക്കളും ഉറപ്പിക്കുന്നു. ആത്യന്തികമായി സമാധാനമാണ് ഏത് രാജ്യവും ആഗ്രഹിക്കുന്നത് എന്നതിനാലാണ് ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധമാകുന്നത്. അതിൽ പെസഷ്കിയാനും മുജ്തബയും തമ്മിൽ ഭിന്നത ഇല്ല എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരും പറഞ്ഞു വയ്ക്കുന്നത്.